ഒറ്റപ്പാലം സ്റ്റാൻഡിൽ ബസ്സുകളുടെ പാർക്കിംഗ് പരിഷ്കാരത്തിൽ പ്രതിഷേധിച്ച് ബസ് തൊഴിലാളികൾ ഒറ്റപ്പാലത്ത് നടത്തിയ മിന്നൽ സമരത്തിൽ യാത്രക്കാർ വലഞ്ഞു. കടമുറികൾക്ക് അഭിമുഖമായി ബസ്സുകൾ നിർത്തിയിടണമെന്ന പരിഷ്കാരം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. ഓരോരോ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് നരകടിക്കാൻ പറ്റുമോ? ഒരു 10 ദിവസം മുമ്പ് വേണ്ട മുന്നറിയിപ്പ് തരിക, വേണ്ട അല്ലെങ്കിൽ ഒരു 2 ദിവസം മുമ്പ് മുന്നറിയിപ്പ് തരേണ്ടവര്. ഈ ഇവിടെ സ്റ്റാൻഡിൽ വന്ന് നരകടിക്കണില്ലേ അമ്മയും മക്കളും കുട്ടികളും മക്കളൊക്കെ? ഇത് എന്ത് തെണ്ടിത്തരം അവര് കാണിക്കണത്? അതവരെ തോന്നിയ പോലെ കാണിക്കല്ലേ? അത് ശരി, അവര് തോന്നിയ പോലെ അവർക്ക് എന്തും കാണിക്കാം. അതന്നെ മക്കളും കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ നരകടിക്കുന്നത്. അതിന്റെ നാട്ടിൽ നിന്ന് വന്നവരും ഇവിടുന്ന് പോണ്ടേ? കുട്ടികളെ മക്കളായിട്ട് ഇവിടെ വന്ന് കിടക്കണത്. അവർക്ക് തോന്നിയ പോലെയുള്ള തെണ്ടിത്തരം കാണിച്ച ഈ അമ്മയും മക്കളും കുട്ടികളും മക്കളൊക്കെ എന്താ ചെയ്യാ? അവര് അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് അവർ പറയണം ഇത് മുടക്കുകയാണ്, പനി മുടക്കാണെന്നുള്ളത്. ഇവിടെ കിടന്ന് നരകടിക്കാൻ പറ്റുമോ? അത് ശരി, കണ്ണും കാണില്ല കടുപ്പും കാണില്ല, 2 കാലം കൊണ്ടും വയ്യ, കണ്ണും കാണും കൂടി ഇല്ല. കടമുറികൾക്ക് അഭിമുഖമായി ബസ്സുകൾ നിർത്തിയിടണമെന്ന പരിഷ്കാരം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെ പണിമുടക്കിയതോടെ യാത്രക്കാരെല്ലാം ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താനാകാതെ സ്റ്റാൻഡിൽ കുടുങ്ങി. ഓടാൻ തീരുമാനിച്ച ബസ് ഇവിടെ ഓടില്ല. നമ്മളെ തീരുമാനിക്കാൻ നിങ്ങൾ ബസ് സ്റ്റാൻഡ് ഓടാൻ തീരുമാനിക്കും, ഞങ്ങളിവിടെ കിടക്കും തീരുമാനിക്കും. നിങ്ങൾ ബസ് ഓടില്ല. നിങ്ങൾ ബസ് ഓടാൻ തീരുമാനിച്ച ഞാൻ പറയുന്നു, നിങ്ങൾ ബസ് ഓടാൻ തീരുമാനിച്ചാൽ ഞങ്ങളിവിടെ കിടക്കും. നിങ്ങൾ ഓടില്ല, ഓടില്ല. ഏത് ഓടണ്ട ഞങ്ങളോട് എല്ലാ വർത്താനം പറഞ്ഞു. പറഞ്ഞത് ഞങ്ങളോട് ഓടില്ല, ഓടിക്കില്ല. ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്റെ വഴിയൊക്കെ എന്റെ വഴിയൊക്കെ ഞങ്ങളോട് വർത്താനം പറയട്ടോ. ഞാൻ പോയി ഞങ്ങൾക്ക് വേണ്ടി വർത്താനം പറയും. പോയി ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല വർത്താനം പറയും. തുടർന്ന് നഗരസഭയുടെയും പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും നേതൃത്വത്തിൽ ബസ് തൊഴിലാളികളും ഉടമകളുമായി പലവട്ടം ചർച്ചകൾ നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. പ്രതിഷേധിച്ച തൊഴിലാളികളെയും ഉടമകളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സമരം പിൻവലിച്ച് സർവീസ് തുടങ്ങാൻ തൊഴിലാളികൾക്ക് അധികൃതർ സമയം നൽകിയെങ്കിലും ഇത് പാലിക്കാതെ വന്നതോടെ ബസ്സുകൾക്കെതിരെ നടപടിയും തുടങ്ങി. യാത്രക്കാരെ ലക്ഷ്യസ്ഥാനങ്ങളിലെത്തിക്കാൻ KSRTC അധിക സർവീസുകൾ നടത്തി. ഒരാഴ്ച മുൻപ് വരെ യാർഡിലേക്ക് ബസ്സുകളുടെ മുൻവശം വരുന്ന നിലയിലായിരുന്നു പാർക്കിംഗ്. യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിയാണ് ബസ്സുകൾ കടമുറികൾക്കും വരാന്തയ്ക്കും അഭിമുഖമായി നിർത്തിയിടണമെന്ന നിബന്ധന കഴിഞ്ഞയാഴ്ച മുതൽ നടപ്പാക്കി തുടങ്ങിയത്. ഇത് അശാസ്ത്രീയമാണെന്നാരോപിച്ച് ബസ് തൊഴിലാളികൾ നേരത്തെ പരാതി നൽകിയിരുന്നുവെങ്കിലും ഒരാഴ്ചയ്ക്ക് ശേഷം തിങ്കളാഴ്ചയാണ് അപ്രഖ്യാപിതമായി പണിമുടക്ക് നടത്തുന്നത്. രാവിലെ 10 മണിയോടെ സ്റ്റാൻഡിൽ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടങ്ങി. പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ച് സമരം തുടങ്ങി. ബസ്സുകൾ ഭൂരിഭാഗവും പട്ടണങ്ങളിലെ വിവിധ ഭാഗങ്ങളിലേക്ക് മാറ്റി നിർത്തുകയും ചെയ്തു. തുടർന്ന് ഉച്ചയോടെ നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവിയുടെ നേതൃത്വത്തിൽ സ്റ്റാൻഡിലെത്തുകയും ബസ് തൊഴിലാളികളുമായി ചർച്ച നടത്തുകയും ചെയ്തു. അറസ്റ്റ് ചെയ്തവരെ വിട്ടയച്ച ശേഷമായിരുന്നു ചർച്ച. ഇതേ രീതി തുടർന്ന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാമെന്ന് ചെയർപേഴ്സണും ASP രാജേഷ് കുമാറും ജോയിന്റ് RTO C. മോഹനും പറഞ്ഞു. ആളുകൾക്ക് പോകുന്നതിനനുസരിച്ച് നിർത്തുകയും, അതായത് ഗ്രൗണ്ടിലേക്ക് തിരിച്ചു നിർത്താൻ പറ്റില്ല, ആളുകൾക്ക് അപകടം ഇനി ഉണ്ടാവും. ഈ മരണം സംഭവിച്ചതാണ്. ഇനിയും അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. ബസ് ഇങ്ങോട്ട് തന്നെ തിരിച്ചു നിർത്തുകയും നാളെ കേൾക്കുകയും ചെയ്യുക. സമരം അവസാനിപ്പിക്കുക. ഒരു പെട്ടെന്നൊരു സമരം ആളുകളെ കൊണ്ടുവന്ന് പ്രവർത്തിക്കുന്ന സമരം ചെയ്യാൻ കഴിയില്ല. പക്ഷെ ആളുകളെ ജനങ്ങളെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ബസ് സ്റ്റാൻഡിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കിയത്. അവർക്കുള്ള സൗകര്യാർത്ഥം തന്നെ ഉള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. എന്നാൽ ബസ്സുകളുടെ പാർക്കിംഗ് പഴയപടിയാക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് ബസ് തൊഴിലാളികളും ഉടമകളും പിന്മാറാതെ വന്നതോടെ ചർച്ച പരാജയപ്പെട്ടു. പിന്നീട് വാക്കുതർക്കമുണ്ടായതിനെ തുടർന്ന് 4 പേരെ കൂടി അറസ്റ്റ് ചെയ്ത് നീക്കി. ഇത് തടയാനുള്ള നീക്കം നടന്നെങ്കിലും പോലീസ് തൊഴിലാളികളെ പിടിച്ചുമാറ്റി. അപകടം ഒഴിവാക്കാൻ ഞങ്ങളിത് ഫ്രണ്ടിൽ നാളെ കഴിഞ്ഞ നാളെ
കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ ചർച്ച വെക്കുന്നവരെ പഴയ പോലെ അത് കുറച്ച് മുനിസിപ്പാലിറ്റി വിട്ടില്ല. നിങ്ങൾ ഓടിക്കാൻ റെഡിയാണോ അല്ലേ? ഞങ്ങൾ പിന്നീട് പലവട്ടം ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് ബസ്സുകൾക്കെതിരെ പെർമിറ്റ് നിബന്ധന ലംഘിച്ചതിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നതിലേക്ക് അധികൃതർ കടന്നത്. CCN ഒറ്റപ്പാലം.